കുഞ്ഞാപ്പൂന് കല്യാണല്ലേ? അത് ചെറിയൊരു പരിപാടിയാണ്, വല്ലാതെ ആൾക്കാരോടൊന്നും പറയണില്ല. പിസ്കന്താ ഞാൻ അതിനെന്താ ഞാൻ ചിരിക്കാവല്ലോ. അല്ല ഈ കുമ്പിടിയാശാന്റെ ഇത് തന്നെ എന്താ வாங்க 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 10 ரூபா தொப்பி 20 ரூபா பொம்மை வாங்க வாங்க. നിന്റെ നാട്ടിൽ നിന്ന് ആര് വരുന്നുണ്ടെന്ന് പറഞ്ഞ அது கேரளாவில இருந்து என் முதலாளி പോകും. ഓലക്ക പറഞ്ഞ ഓലക്ക അൺലിമിറ്റഡ് എന്ന ആൾക്കാരാ തിന്ന് മുടിപ്പിച്ചാൻ വേണ്ടിട്ട്. അസിയെ അറിഞ്ഞില്ലേ? സംഗതിയൊക്കെ ഞാൻ അറിഞ്ഞുകൂടി പോയാക്കാം. 22-ാം തീയതി പണ്ട് വാല ട്രൂപ്പിലായിരുന്നു. അതെന്റെ അറിയാനുണ്ട്. ഒന്നുകൂടെ നോക്ക്. എന്താ ബാധയാ? അല്ല അച്ഛനാ. மேஜர் வெட்டி இந்த ஊரு ஃபுல்லா சுத்தி பார்க்கிறதுக்கு இப்ப வரும். അപ്പടിയാ? அதான் வந்துட்டா பார் தலைவா. ശനിയാഴ്ച ഒന്നും നോക്കണ്ട, നേരത്തെ തന്നെ വന്നോണ്ടു. അല്ല കല്യാണത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മളെ പിടിയിൽ തന്നെയല്ലേ? ആ സാധനങ്ങളൊക്കെ എന്റെ പീടിയിൽ തന്നെയാണ്. പണ്ടാരി ബില്ല് വരുമ്പോ 2 മുളകും പൊടിന്റെ പാക്കറ്റ് ഏറെ വെച്ചോണ്ട്. എന്തിനാ കരയുന്നത്? എനിക്കറിയാവോ, രാവിലെ തുടങ്ങിയതാ. ചിരിക്കുന്നു, കരയുന്നു. ബാധ കൂടിയതാണോ? അതെ. ഒന്ന് കൈ വെക്ക്. അയ്യോ, ഇങ്ങനെ കൈ വെച്ച് സഹായിക്കാനല്ല പറഞ്ഞു, ഒന്ന് പിടിക്കാൻ. സുളകന്റെ ഷോപ്പെങ്കെ സുളകൻ കേസേ அச்சா ജായക ஓலை விடு. പക്ഷേ ടേസ്റ്റ് ഏറിയ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് തിന്നു. വരുമ്പോ ഈ കുട്ടികളെയും കൊടുത്തോണ്ടു. അതിനൊക്കെ പിന്നെ അധികം ചോറൊന്നും വേണ്ടല്ലോ, പന്തലിൽ നിറച്ച ആൾക്കാരുണ്ടായിക്കോട്ടെ. ആ ഫാറൂഖേ, ബാധ തന്നെ. ഞാൻ തുണി കഴിയില്ലെന്നും പറഞ്ഞോണ്ട് വെട്ടത്തി കൊണ്ട് ഈ വീടിന് ചുറ്റിനെ എന്നെ ഓടിപ്പിച്ചു. പണിയൊന്നും ചെയ്യാറില്ല വീട്ടിലല്ലേ? ഈ നട്ടുച്ച നേരത്തെ പതുക്കെ കൊണ്ടോണേ. അങ്ങനെ പിടിവിടുന്ന ടൈപ്പല്ല. എന്താ കൂടിയ പിടിയാ? முருகா நீ கடையை பாத்துக்கோ. ஃபர்ஸ்ட் நம்ம மொட்டை கொண்டு பார்க்கலாம். പാക്കളം. സുണകൻ എന്റെ ശംഭവത്തിനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. செம்போத்து செம்பகக்க நான் கொண்டு വരും. 22-ാം തീയതി കുഞ്ഞാപ്പൂരെ കല്യാണാണ്. ഇപ്പാനോട് ഉച്ചക്കാണ് വരാൻ പറയുന്നു. അപ്പൊ എന്താ കോയക്ക? ഞങ്ങൾക്കൊന്നുമില്ലേ? ഒരു പേരിന്ന് ഒരാൾക്കുള്ളൂ. അതന്നെ ഇപ്പൊ വേണമെന്ന് വെച്ചിട്ട് പറയല്ല. ഇപ്പൊ വന്നിട്ട് എന്താ കാര്യം? ഇപ്പൊക്കെ ബിരിയാണി ബാധ ഒഴിപ്പിക്കാൻ വന്ന ബാധ ഒഴിഞ്ഞു പോവോ? ഉച്ചയായോണ്ടേ ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു നോക്കിയാലോ. എന്തായി പറയണേ? മന്തി മതി. இப்ப நீ நட. ആ സുണകൻ, ஐயா അതാണ് പാലൊഴുകും പാറ. எங்க ആകനെ പീച്ചതേക്കോ പറ്റൂലി. ആ അങ്ങനത്തെ തെരഞ്ഞെടുക്കാണ്ട് ഞാൻ കല്യാണം പറയണ്ടേ. വെഞ്ചോറൊക്കെ ഉണ്ടാവും ചെലവാകണ്ടേ. എത്ര കോയക്ക കീസില്? കീസിൽ പുതിയാപ്പിളക്കുള്ള ഡ്രസ്സാണ് കുഞ്ഞാപ്പൂരുള്ളേ. വിലയൊന്ന് നോക്കി. ചടാ ചട ചടാ പടാ പട പടാ ഘോര ഘോരായ രൂപ രൂപ. ഏതാ ഇനം? കളരിപ്പറമ്പില് തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ, ஓ மேரி பியார். ஆட்ரா. ഞാൻ റെഡാക്കിലായിരുന്ന കാലത്ത് ஐயா இன்னைக்கு வெடி வேணாம். நம்ம ടൂർ വന്നിരിക്കും. ലക്ക എടുത്തിട്ടുണ്ടാവും. ആ പുന്നാര അബീബ എല്ലാവർക്കും ഡ്രസ് കോഡ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങി. നിർത്താൻ പറയുന്നു. ആ മന്ത്രം പറഞ്ഞ ഫ്ലോ അങ്ങ് പോയി. അല്ലാതെ മന്ത്രം അറിയാഞ്ഞിട്ടല്ല. ഇന്നീ ബാധയെ ഞാൻ ഒഴിപ്പിക്കും. ഇയാൾ ആരെ ഒഴിപ്പിക്കുമെന്നാ പറഞ്ഞാ കൂടിയത്. കണ്ട കണ്ട. ഇയാളെന്താ തുണി തിന്നുന്നോ? അല്ല, തിരികെ കേറ്റിയതാ. അച്ഛാ അപ്പൊ ഇന്നേക്ക് വെടി சொல்லக்கூடாது. സുളകൻ വെടിമേക്കർ. കൂടിയ പിടിയല്ല, ഇത് കൂട്ടിപ്പിടിയാ. അച്ഛ കൈവിട്. കൊച്ചു പിള്ളേരെ പോലെ പോണു. കല്യാണല്ലേ ഡ്രസ് എടുക്കണ്ടേ? ഡ്രസ് അല്ല ഇപ്പച്ചി കൊടുത്തേക്കണത്. എന്തേ കാക്ക മലർന്ന് വർക്കണ്ട് നോക്കുകയാണേ. ആരും വെടി എന്തെങ്കിലും പറഞ്ഞത്? ഞാൻ ഫോണിൽ റീല് കണ്ടതാ. ഓ റീല് കാണുമായിരുന്നു. അപ്പൊ ബാധയില്ല. ഓക്കെ ബൈ. നിക്കവിടെ നിക്ക. എനിക്കേ ഒരു ഫുൾ ഡബിൾ മുണ്ട്, വാ തുറന്ന തെറിയുടെ പൂരാ. എന്തൊരിലയാണിത്. இது வந்து தேயிலை. இந்த வாகமண்ணுல நிறைய இடம் சுத்தி பாக்குறதுக்கு இருக்கு. ഇമ്മച്ചേ ഇപ്പച്ചാ ഡ്രസ് കൊടുക്കണോ? ഇത് പുതിയാപ്പിളക്കുള്ള ഡ്രസ് മാത്രമേ ഉള്ളൂ, ഓൽക്കുള്ള ഒന്നുമില്ല. നോക്കട്ടെ. ബാധയുണ്ട്. എന്റെ ബാധയെ വേണ്ട, ആ നിക്കുന്നവളാ എന്റെ ബാധയായ അവളെ താൻ ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ട് പോയാ മതി. നാവ് പൊങ്ങില്ല, തുണി മാറ്റിക്കോളൂ. കൂട്ടുകൂറയാണോ ആ ചൂലിലൂടെ അടിക്കുന്നത്? ഒരു ലഡാക്ക് ഇല്ല ഇത്.
ആ ബഡായി വേണ്ട നാട്ടാ റെഡിയാ ഇത് പൈൻ ഫോറസ്റ്റ് അച്ഛാ എത്തത് പോത്തിന്റെ കാലോ यार अबे हिंदी कार कल्याण സൺസെറ്റ് നല്ല രസം ഉണ്ടാവും സുണകൻ അയ്യോ ആദ്യമേ തഗ്ഗ അതെങ്കി കടക്കാതെ രണ്ട് പെഗ് വേണം കൊടുക്കും അതല്ല പറഞ്ഞത് കൊറങ്ക് കൊളങ്കീന്ന് നിങ്ങളിത് വല്ല കേൾക്കലും പറ്റിയ ഇതിനകത്തിട്ടു വെച്ച് പറ്റില്ല കല്യാണത്തെ വേറെ ആ അതെനിക്കുള്ളതല്ല അത് ഇച്ചുള്ള ഇനി കല്യാണത്തിനന്ന് ഞാൻ പുതിയ അത് വേണ്ട ഇങ്ങനത്തെ ഡ്രസ് ഒന്ന് കല്യാണത്തിന് ഡൂലപ്പച്ചേ എനിക്കുള്ള ഡ്രസ് ഞാൻ റെന്റിലുള്ള അവിടെ പറഞ്ഞിട്ടുണ്ടേ കൊളങ്ങിയോ ആ അതെ അയ്യോ അയ്യോ ആ ഇന്നൊക്കെ തൂങ്ങാൻ നല്ല റിസോർട്ട് വേണം அதுக்கு ரிசோர்ட் இந்த மரத்திலே ஒரு கயிறு போட்டு தொங்க வச்சு தொங்கிடலாம் ചാവാനല്ല അപ്പങ്കാട്ടിലുള്ള ആൾക്കാരെങ്ങാനും ഡ്രസ് വാടക എടുത്തു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര മോശം വേറെ ഒന്നുമില്ല കാലം മാറി പച്ചേ എനിക്ക് ഇഷ്ടപ്പെട്ട മോഡലില് ഡിസൈൻ ചെയ്ത് തന്ന് റെന്റിന് കൊടുക്കുന്ന ടീമുണ്ട് ഇവിടെ തുണി തിരിക്കോ ஓ தூங்குறதுக்கா அச்சா ரெடியா டோன்ட் வரி இந்த இடத்துல நல்ல ஒரு ரிசோர்ட் வந்திருக்கு ബ്ലൂബെറി റിസോർട്ട് എവിടെ എന്താണ് അതിന്റെ പേര് പെരിന്തൽമണ്ണയിലെ വെഡ് ലോഞ്ച് എന്നായിട്ട് പേര് ആ എന്നാ നടക്കേ ഞാനും പോരുണ്ട് എവിടേക്ക് പെരുന്തമണ്ണക്ക് ഉടച്ചൊരു നാളെ കെടുത്തില്ല ഇപ്പൊ ചിന്റെ ചങ്ങാൽമാരുണ്ടോ അച്ഛാ അച്ഛാ ആജാ അങ്കല്ലയ്യ இந்த பக்கம் வழி இருக்கு ആഹാ തീർക്കാന്ന് കണ്ട ഇവിടുന്ന് ഇട്ടിട്ട് ഒഴിഞ്ഞു പോവില്ലേ ഞാൻ പുറംചൊറിയെടുത്തില്ലയോ ഒന്ന് ഒഴിഞ്ഞു പോകും ഒന്ന് ഒഴി എന്താ അനുസരണയുള്ള സ്വാമി വായിൽ തുണി തിരി കാറിന്റെ പുറകിട്ടോണ്ടല്ലേ വന്നത് ഈ നിൽക്കണ മഹാഭാവി ഇടയ്ക്ക് നല്ല മർദ്ദനം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാത്തിക്കണം ഞാൻ പോവാണേ ആ എന്നാ പോയിക്കോ എവിടത്തെ വരി വരി ആ വേ വരി അതൊന്നൊക്കെ പറയണ്ടേ ഇങ്ങോട്ടല്ല ചങ്ങാൽമാരുടെ ബാധയാ അമ്മേ അടുപ്പത്ത് വെള്ളം തിളച്ചെടുക്കുമല്ലേ ഒഴിച്ച് കുമ്പളിസ്വാമി തല്ലല്ലേ എന്റെ അച്ഛൻ ഒരു അസുഖമില്ല ഇവരാരടാ മാറി ഇതിലെ നിനക്കും കിട്ടും ഇത് ശങ്കര മൂശാരി എന്റെ എവന്റെ അച്ഛനാ അച്ഛൻ ഒരു അസുഖമില്ല പോയാ മതി അതില്ലയ്യ വഴി റോഡ് റോഡ് സുണകൻ ஐயா ஆஹா ரொம்ப பிரமாண்டமா இருக்கு അച്ഛാ ഭ്രാന്ത് ഇവനെ സ്വാമിയുടെ അടുത്ത് ചരട് ജപിച്ച് കെട്ടിക്കാൻ കൊണ്ടുവന്നതാ കൂടെ വന്ന ടാക്സി ഡ്രൈവറെ താഴെ അടിച്ചിട്ടിട്ട് അവൻ കാറും കൊണ്ടുവന്നു അച്ഛാ ചങ്കളങ്ങൾ വാഗമണ്ണക്ക് ടൂർ പോന്നിട്ട് സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര നല്ലൊരു വ്യൂ പോയിന്റ് ഉള്ള റിസോർട്ടുകൾക്ക് വേറെ കിട്ടൂല കേട്ടോ 3 ഫ്ലോറിലായിട്ട് വാറ്റ് ചാരാൻ കുടിച്ച് കളരിപ്പറമ്പിൽ കിടന്ന് ഉറങ്ങിയ ശേഷം അവൻ ഇങ്ങനെ പക്ഷെ ഇയാൾ ഇവിടെ വെച്ച് തെറിവിളി നടത്തിയല്ലോ എങ്ങനെ തെറി വിളി